السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى فأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രശ്നം, മുസ്ലിം ലോകത്തിന്റെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യം ഈ കേരളത്തെ സംബന്ധിച്ചതോ തമിഴ്നാടിനെ സംബന്ധിച്ചതോ അല്ല. മുസ്ലിം ലോകം ഇന്ന് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇസ്ലാമിക കലണ്ടർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ നിയമങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായി പോവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ പ്രശ്നം സമൂഹം മനസ്സിലാക്കിയത്. അന്നാണ് അവർ ഹിജ്റയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രമാസം ഹിജ്റ കലണ്ടർ അവർ തുടങ്ങിയത്. അത് മുതൽ ഇന്ന് വരെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് തീയതികൾ പാലിക്കുന്ന വ്യവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ അതിനിടയിൽ നമ്മളുടെ ഇടയിൽ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടും നമ്മുടെ ഇടയിൽ ഈ വാർത്താ വിനിമയ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും പെരുന്നാളുകൾ പല ദിവസങ്ങളിലായി നടന്നു വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. കാരണം ഈ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും തെറ്റ് സംഭവിച്ചിരിക്കാം. ഒരു സ്ഥലത്ത് പെരുന്നാളാകുന്നത് വേറൊരു ദിവസമാണെന്ന് അറിയുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അത് പ്രശ്നമാകുന്നില്ല, അറിയുന്നില്ല ജനങ്ങൾ. അങ്ങനെ വിട്ടുപോയ കഴിഞ്ഞുപോയ ഒരു കാര്യം പിന്നെ രണ്ടാമതും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരാത്തത് കൊണ്ട്, ഒരു കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ശരിയായി ശ്രദ്ധിക്കാതെ പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു 60-70 വർഷങ്ങളിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സാക്ഷ്യം വഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് മുസ്ലിം ലോകം 3 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 4 ദിവസങ്ങളിലായി പെരുന്നാൾ ആചരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ചിലപ്പോ 5 ദിവസം വരെ പെരുന്നാൾ ആചരിച്ച സംഭവം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പെരുന്നാളുകൾ 2-3 ദിവസത്തിൽ വരുന്നത് ശരിയാണോ ശരീഅത്തിൽ എന്നാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഒരു പെരുന്നാൾ 2 ദിവസത്തിലാകുന്നത് ശരീഅത്തിൽ ഹറാമാണ്. അതിന് ഹറാമാണ് ശരീഅത്തിൽ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ ദിവസം നോമ്പ് ഹറാമാക്കിയിട്ടുണ്ട്. പെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക ജനത മുഴുവനും ഒരു ദിവസത്തിൽ പെരുന്നാൾ ആചരിച്ചില്ലെങ്കിൽ, അറിഞ്ഞും കൊണ്ട് 2-3 ദിവസമാക്കിയെങ്കിൽ നാം എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അറിയാതെ ഒരു കാര്യം ചെയ്തു പോകാം, പക്ഷെ അറിഞ്ഞും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് പല ഉദാഹരണങ്ങളും പലതും നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, 2 ദിവസമില്ല. ഒരു ദിവസത്തിൽ ചെയ്യേണ്ട അമലുകൾ ദീൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 5 വക്ത് നമസ്കാരമാണ് നാം ഒരു ദിവസത്തിൽ ചെയ്യുന്നത്. ഈ 5 നമസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം പോയി, പിന്നെ പിറ്റേ ദിവസത്തിന്റെ നമസ്കാരങ്ങളാണ്. ഇങ്ങനെ നമസ്കാര സമയം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിലെ സമയ വ്യത്യാസം, ഓരോ സ്ഥലത്തുമുള്ള വ്യത്യാസങ്ങൾ, ഇത് നോക്കി നമുക്ക് ഭൂമിയുടെ ഗോളാകൃതിയെ മനസ്സിലാകുന്നു. ഇതിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് മനസ്സിലാകുന്നു. ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മുടെ മതചര്യകൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിച്ചവർ വളരെ കുറവാണ്.
ഇതിനെപ്പറ്റി ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമസ്കാരം ഒരു ആചാരം പോലെ ചെയ്തു പോകുന്നു. നമുക്കിപ്പോ അധികം ആളുകൾക്കും സൂര്യനെ നോക്കി സമയം പറയാൻ ഇപ്പൊ പറ്റുകയില്ല. വാച്ചില്ലെങ്കിൽ സമയം അറിയില്ല, ആ അവസ്ഥയാണ്. പക്ഷേ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വാച്ചുകൾ ഉണ്ടായിരുന്നില്ല. അവര് സൂര്യന്റെ നിഴൽ നോക്കിയും അതിന്റെ സ്ഥാനം നോക്കിയുമാണ് സമയം കണക്കാക്കിയിരുന്നത്. പിന്നെ സൂര്യനെ കാണാത്ത സമയത്ത് വേറെ ചില മാർഗങ്ങൾ ഉപയോഗിച്ചു അവർ സമയം കണ്ടെത്തി. കാരണം സമയത്ത് നമസ്കരിക്കണം, അത് നിർബന്ധമായിരുന്നു. പിന്നെ കാലക്രമേണ പല ഉപകരണങ്ങളും ഉണ്ടാക്കപ്പെട്ടു. ഇന്ന് നമുക്ക് സമയം അറിയാനുള്ള വളരെ ആധുനിക യന്ത്രങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് പ്രശ്നമാവുന്നില്ല. പിന്നെ ഈ കൊല്ലത്തിൽ വരുന്ന ഈ ഈദിനെ പറ്റി അല്ലെങ്കിൽ മാസത്തിൽ കൊല്ലത്തിൽ വരുന്ന റംളാൻ മാസത്തെ പറ്റി ഇതിലാണ് നമുക്ക് സമയം മനസ്സിലാക്കാൻ പറ്റാതെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ചന്ദ്രനാണ് കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ ഞാൻ ഖുർആനിൽ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഇതാണ് ആദ്യം ഖുർആനിൽ ഈ നമ്മുടെ ഈ കലണ്ടറിനെ പറ്റി, തീയതികളെ പറ്റി വരുന്ന ആയത്ത്. യസ്അലൂനക അനിൽ അഹില്ലത്ത്, ജനങ്ങൾ നിങ്ങളോട് അഹില്ലത്ത് എന്താണെന്ന് ചോദിക്കുകയാണ്, അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അവ ജനങ്ങൾക്ക് ഹജ്ജിനും തീയതികൾ കാണിക്കുന്നവയാണ്, അല്ലെങ്കിൽ അവ ജനങ്ങൾക്ക് തീയതികളാണ് എന്ന് പറയുക. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹ, വീടുകൾക്ക് പിൻവാതിൽ കൂടി പോകുന്നതിൽ നന്മയില്ല. വലാകിന്നൽ ബിർറ മനിത്തഖ, സൂക്ഷ്മത പാലിക്കുന്നതിൽ, അല്ലെങ്കിൽ അല്ലാഹുവെ ഭയപ്പെടുന്നതിൽ, ഭയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് നന്മ. അതുകൊണ്ട് ഫഅതുൽ ബുയൂത മിൻ അബ്വാബിഹ, അതിന്റെ വാതിൽ കൂടി തന്നെ വീടുകളിലേക്ക് നിങ്ങൾ കടക്കുവിൻ. വത്തഖുല്ലാഹ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയപ്പെടുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം ഉണ്ടായേക്കാം. ഇത് തീയതികളെ പറ്റി, നമുക്ക് കാലഗണനയെ പറ്റി പറഞ്ഞ ആദ്യത്തെ ആയത്താണ് ഖുർആനിൽ. ഇത് തന്നെ മതി, വേറൊന്നും വേണ്ട. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കലണ്ടർ ആവിഷ്കരണം ചെയ്യാൻ പറ്റും. ഈ ആയത്തിന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയ. ഇവിടെ ആദ്യമായിട്ട് വന്നത് അഹില്ലയാണ്. ഈ അഹില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ വൃതിക്ഷയങ്ങൾ, ദിനേന ചന്ദ്രനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിന്റെ സ്ഥാനം, അതിന്റെ ആകൃതി, ഇത് രണ്ടിനും ദിനേന മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങളിൽ മാറ്റം വരുന്ന, മണിക്കൂറുകളിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസത്തിൽ വരുന്ന മാറ്റമാണ് നമ്മൾ നോക്കിയിട്ട് തീയതി കണക്കാക്കേണ്ടത്. ഇത് കാണിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് മറുപടി പറയാൻ പറയുന്നത് അത് തീയതികൾ കാണിക്കുന്നവയാണ് എന്ന് പറയും. അവർ ചോദിച്ചത് എന്താണ്? അവർ ചോദിച്ചത് ഈ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഈ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞതിന് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു മറുപടി പറയുവാനാണ് അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് അവ ജനങ്ങൾക്ക് തീയതികൾ കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുവാൻ പറയുക. അപ്പൊ തീയതികൾ എങ്ങനെ പാലിക്കപ്പെടണം എന്നതാണ് പിന്നെയുള്ള ഭാഗം. സമയം ലംഘിക്കാൻ പാടില്ല. നമസ്കാരം ആ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെ, അതായത് ഓരോ പ്രദേശത്തുള്ളവരും അതാത് സമയത്ത് ചെയ്യുന്നത് പോലെ ഈ തീയതിയുടെ വിഷയത്തിലും മുന്നിലുള്ളവർ മുന്നിലായിട്ടും പിന്നിലുള്ളവർ പിന്നിലായിട്ടും പോയിക്കൊള്ളണം എന്നതാണ് ഈ ആയത്തിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരർത്ഥം. ഇത് നമ്മൾ തഫ്സീറുകളിൽ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. ഇപ്പോ നമ്മളിപ്പോ കണ്ടത് എനിക്ക് വളരെ വ്യസനമുണ്ടായ ഒരു സംഗതിയാണ്. ഞാൻ ഈ കാര്യം ഈ കേരളീയരായ വിബുദ്ധരായ ജനങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് 15 കൊല്ലത്തോളമായി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സൗദി അറേബ്യയിൽ പോകാനുള്ള അവസരം കിട്ടി. അവിടെ ഇങ്ങനെയുള്ള ക്ലാസുകൾ പലതും നടത്തി. അപ്പോൾ ഒരു ക്ലാസ്സിൽ വെച്ച് ഞാൻ എൻ്റെ ഇത് അവതരിപ്പിച്ചപ്പോൾ അവിടെ ഒരു ഡോക്ടർ, ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു കുറച്ച് സമയം തരണം സംസാരിക്കാം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം പറഞ്ഞ സംഗതി മുഴുവൻ ഞാൻ ഉൾക്കൊള്ളുന്നു, ഇത് മുഴുവൻ സത്യമാണ്, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ഈദുൽ ഫിത്റിൽ, ഈ കഴിഞ്ഞതല്ല അതിന് മുമ്പേ ഞാൻ ലണ്ടനിൽ ഉണ്ടായിരുന്നു. ലണ്ടൻ നമുക്കറിയാലോ, ഈ കോഴിക്കോട് പോലെയല്ല, ഇത്ര വലിയ സിറ്റിയാണ്. വളരെയധികം വിബുദ്ധരായ, അഭ്യസ്ത വിദ്യരായ, വളരെ ഹൈ ലെവലിലുള്ള ജനങ്ങൾ ഉള്ള സ്ഥലമാണ് അത്. അവിടെ
3 തെരുവിൽ മുസ്ലിമീങ്ങൾ 3 ദിവസം പെരുന്നാൾ ആചരിച്ചു, ഈദുൽ ഫിത്തർ ആചരിച്ചു. അപ്പൊ നമ്മൾ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവിടെ 3 ദിവസം പെരുന്നാൾ ആചരിക്കാൻ പാടുള്ളൂ നിങ്ങൾ എന്താ പറയുന്നത്? ഒരിക്കലും ഇത് അനുവദനീയമല്ല, ഇസ്ലാം അനുവദിക്കില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പെരുന്നാളിന്റെ ദിവസം നോമ്പെടുക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. എത്ര വലിയ കുറ്റം മനസ്സിലാക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? അതും സമൂഹം വളർന്നിട്ടില്ല എന്നർത്ഥം. പണ്ഡിതന്മാർക്കറിയാം ഇത്. പക്ഷെ എന്ത് ചെയ്യും പണ്ഡിതന്മാർ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ സമൂഹം എന്ത് പറയുന്നത് അതുപോലെ ചെയ്യും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ത്യക്കാർ ഇന്ത്യയിൽ പെരുന്നാൾ ആചരിക്കുന്ന ദിവസം ആചരിച്ചു, പിന്നെ പാകിസ്ഥാൻകാർ പാകിസ്ഥാനിൽ പെരുന്നാൾ ആചരിച്ച ദിവസം ആചരിച്ചു, പിന്നെ ബംഗ്ലാദേശുകാർ അവരുടെ ബംഗ്ലാദേശിൽ പെരുന്നാൾ ആചരിച്ച ദിവസം ആചരിച്ചു. ഇത് ദീൻ അനുവദിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പട്ടണത്തിൽ 2 പെരുന്നാൾ അനുവദിക്കപ്പെടുകയില്ലെങ്കിൽ ലോകത്തിൽ ഏത് പട്ടണത്തിലാണ് ഇത് അനുവദിക്കപ്പെടുക? ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അത് നമുക്ക് ദീനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല ഇവിടെ. ഇപ്പൊ 6 ദിവസം നമ്മൾ ഉച്ചക്ക് സൂര്യൻ തലക്ക് മേലെ വരുമ്പോൾ നമസ്കരിക്കുന്ന ളുഹറ, 6 ദിവസവും സൂര്യന്റെ കൂടെ ളുഹർ കറങ്ങും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടുപോയി 7ാമത്തെ ദിവസം വന്നാൽ ളുഹർ അവിടുന്ന് പെട്ടെന്ന് അവസാനിക്കുകയും ജുമാ എന്ന നമസ്കാരം തുടങ്ങുകയും ചെയ്യുന്നു. ഇനി 24 മണിക്കൂർ വരെ ലോകത്ത് ളുഹറില്ല, ഒരു പള്ളിയിലും ളുഹർ നമസ്കരിക്കുക. ഇതിങ്ങനെ ഇനി ജുമാ നമസ്കാരമാണ് വരുന്നത്. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും അതാ ളുഹർ വരുന്നു. അപ്പോൾ ഇത് എവിടെ വെച്ച് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ആഴ്ചയിൽ വരുന്ന പെരുന്നാളാണ് ഈ ജുമാ. അപ്പോ ഈ ആഴ്ചയിൽ വരുന്ന പെരുന്നാൾ 24 മണിക്കൂറിൽ ഒതുങ്ങുമെങ്കിൽ വർഷത്തിൽ വരുന്ന പെരുന്നാൾ എന്തിന് 2-3 ദിവസത്തിൽ വരണം? നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യരുത്, ഒരിക്കലും പാടില്ല, തെറ്റാണ്. അപ്പൊ ഇതിന് വ്യവസ്ഥ ഉണ്ട് ലോകത്ത്. നമുക്ക് ഭൂപടം കാണാം. അവിടെ ഇതാണ് ഭൂമി, ഈ ഗോളം പരത്തി വെച്ചതാണത്. ഇത് തന്നെയാണത്, വ്യത്യാസമില്ല. ഇതിനെ പരത്തി വെച്ച് കാണിച്ചു. ഇങ്ങനെ നോക്കിയാലേ നമുക്ക് ഇതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഗോളാകൃതി ചിന്തിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകുന്നു, മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യമായി ഭൂമി പരത്തിയ മനുഷ്യൻ ഒരു സാഹിബായിരുന്നു, മെർക്കേറ്ററായിരുന്നു ഈ പണി ചെയ്തത്. അദ്ദേഹം ഈ സമയത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വളരെയധികം ആലോചിച്ചു. എന്താ ഇത് ഇങ്ങനെ സംഭവം? ഇപ്പൊ ഈ നടുവില് ഇത്രയും കിലോമീറ്റർ, അവിടെ പോകുമ്പോ 1 കിലോമീറ്ററും ഇല്ല, 0. എന്ത് ചെയ്യും? അവിടെ സമയമില്ലേ? സമയമുണ്ട്. അവിടെ 24 മണിക്കൂർ വേണം. ഭൂമിയിൽ ഏത് സ്ഥലത്തും 24 മണിക്കൂർ വേണം. അപ്പൊ ഇതെങ്ങനെ പരിഹരിക്കും? അദ്ദേഹം വളരെയധികം ചിന്തിച്ചു. ഞാൻ വായിച്ചത്, അദ്ദേഹം ഒരു കണ്ണാടിയിലുള്ള ഒരു വലിയ ഗോളം ഉണ്ടാക്കുകയും ഈ ലൈനുകൾ അവിടെ വരക്കുകയും ഈ ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും എല്ലാം വരച്ചിട്ട് അതിനകത്ത് പിന്നെ ഇതിന് ചുറ്റും പേപ്പർ കവർ ചെയ്തിട്ട് അതിലൊരു ബൾബ് കത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം മനസ്സിലായി. എല്ലാം നേർരേഖകൾ കിട്ടുന്നു. മനസ്സിലായി, ശരിയായി. അതാണിപ്പോ നമ്മൾ കാണുന്ന ഈ ടൈം ചാർട്ടിൽ കാണുന്നത്. എല്ലാം നേരെ ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ കിബ്ലയുടെ പ്രശ്നം അങ്ങനെ തന്നെയാണ്. ഈ ഭൂമിയുടെ 2 ധ്രുവങ്ങളും ഇങ്ങനെ നിന്നുകൊണ്ട് കറങ്ങുന്ന നമുക്ക് കാണാം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, മശാരിഖി വൽ മഗാരിബി, മശ്രിഖൈനി മഗ്രിബൈനി. നമ്മൾ പ്രശ്നം ഇപ്പൊ എന്താണ്? ഈ 2-3 പെരുന്നാൾ ദിവസം ആകാൻ പാടുണ്ടോ ഇല്ലേ എന്നത് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. എല്ലാവരും പറയുന്നത് പാടില്ലെന്ന്. പറ്റില്ല. ഒരു പട്ടണത്തിലും ഇത് അനുവദിക്കില്ല. അപ്പൊ ഇതിന് പരിഹാരം നോക്കുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് തന്നെ ഇതിന്റെ വിധി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പട്ടണം എത്ര വലുതായാലും അവിടെ 2 ജുമാ പാടില്ല. ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ആ പട്ടണം വിഭജിക്കപ്പെടണം, കടൽ ഉണ്ടാവണം, ആൾ താമസം പാടില്ല. അതിന്റെ 2ന്റെ ഇടയിലും യാത്രാ ദൂരം നിർബന്ധമാണ്. ഇത് ഇമാം ഷാഫി ഈ വിഷയത്തിൽ വിധിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തല്ലാതെ ഈ ജുമ മാറ്റാൻ പറ്റില്ല. ലോകത്ത് ഒരു പട്ടണത്തിലും ജുമ പോയി ഒരു കൂട്ടം ജുമ നമസ്കരിക്കുകയും ഒരു കൂട്ടം ളുഹർ നമസ്കരിക്കുകയും വരുന്ന അവസ്ഥ വരാൻ പാടില്ല. അവിടെ മാത്രമേ പാടുള്ളൂ. അതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതുണ്ടാക്കിയവർക്ക് ഇസ്ലാമിക നിയമം അറിയില്ല. അവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് സംഗതി ശരിയാക്കി. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെ പിന്നിലായിരുന്നു. ഇത് ആവശ്യം വന്ന സമയത്ത് മുസ്ലിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു അത് വേറെ കൂട്ടരെ കൊണ്ട് നിർവഹിക്കും. അത് ലോകത്തിന്റെ വിധിയാണ്. അപ്പൊ അവരത് നിർവഹിച്ചു. പിന്നെ ഇപ്പൊ നമ്മളിപ്പം നോക്കേണ്ടത് ഈ അവർ നിർണയിച്ച ഡേറ്റ് ലൈൻ നമ്മുടെ ശരീഅത്തിന് ഇത് ശരിയാകുമോ ഇല്ലേ എന്നത് മാത്രമാണ്. ശരിയല്ലെങ്കിൽ അല്ലേ അത് മാറ്റേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടത്. ഇപ്പൊ മുമ്പേ തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇത് ശരിയാക്കിയത്. അപ്പൊ തന്നെ ഈ ഭാഗത്തുള്ളവർ ജുമായും മറ്റേ ഭാഗത്തുള്ളവർ ളുഹറും നമസ്കരിക്കുന്നവരായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇതിനെ അവർ ഈ പടിഞ്ഞാറും കിഴക്കിന്റെ അതിർത്തി അവർ നിർണയിച്ചത്. ലോകത്ത് പടിഞ്ഞാറും കിഴക്കും അന്തമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭൂമി പരിമിതമാണ്. ഈ പടിഞ്ഞാറിനും കിഴക്കിനും ഒരു അതിർത്തി രേഖ ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നമാണ് ഈ ഡേറ്റ് ലൈൻ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. നമ്മുടെ കിതാബുകളിൽ ഈ വിഷയം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. പണ്ഡിതന്മാരും ഇത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പെരുന്നാളിനെ പറ്റി ചോദിച്ചാൽ ഇതെങ്ങനെയാണ് ഈ മാസനിർണയം? അതുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അസ്അലുനക അനില്ലാഹില്ല ഖുൽ ഹിയ മവാഖിതുൽ ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെപ്പറ്റി വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് പ്രശ്നം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതത്തിൽ ഈ പ്രശ്നം വന്നിട്ടില്ല. മദീനയിൽ പോയതിന് ശേഷം ഈ സമൂഹം ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നീങ്ങാൻ തുടങ്ങിയപ്പോൾ ആണ് പ്രശ്നം വന്നത്. അപ്പോ എല്ലാവർക്കും പെരുന്നാളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കും 2 പെരുന്നാൾ തരാം. അത് ഒന്ന് ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്താണ്? ശവ്വാൽ 1-ന്, ശവ്വാൽ 2-നല്ല 1-ന്. അതേപോലെ തന്നെ ഈദുൽ അദ്ഹ, ഇത് ദുൽഹജ്ജ് 10, 11 അല്ല 10, 9 അല്ല 10-ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു. അപ്പോ ആ 2ാമത്തെ വർഷം, ഹിജ്റ 2ാമത്തെ വർഷം. അപ്പൊ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് ഈ നോമ്പിന്റെ ഈ അവസരമാണ് നമുക്ക് ഈ മാസങ്ങളെ മനസ്സിലാക്കാൻ അവസരമായത്. അപ്പൊ ഇവിടെ നോമ്പ് പിടിക്കണം. എങ്ങനെ നോമ്പ് പിടിക്കും? ഷഹ്റു റമളാൻ അല്ലസീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമായ റമളാൻ മാസം, ആ മാസമാണ് നോമ്പ് പിടിക്കേണ്ടത്. അപ്പൊ അവർക്ക് റമളാൻ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. റമളാൻ എല്ലാ മാസങ്ങളും അവർ പാലിച്ചു വരുന്നതാണ്. അവർക്ക് മാസങ്ങൾ അറിയാം. അപ്പൊ അവരെ റമളാൻ മാസം എങ്ങനെ കണക്കാക്കിയിരുന്നു നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് പല തരത്തിലുള്ള കണക്കുകൾ ഇതിനുണ്ടായിരുന്നു. എങ്ങനെ അവർ നിശ്ചയിച്ചു എന്നുണ്ട്. അറിവുള്ള ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ജൂത ചന്ദ്രമാസ കലണ്ടറായിരുന്നു. അവർ വന്നപ്പോൾ ഇവര് ഇത് അംഗീകരിച്ചിട്ടുണ്ടാവാം. അത് ആർട്ടിഫിഷ്യൽ ലൂണാർ കലണ്ടറാണ്. 30-29, 30-29 ഇങ്ങനെ മാറിക്കൊണ്ടുവരും. റമളാൻ എപ്പോഴും 30-ആണ്, ഷാബാൻ 29, ശവ്വാൽ 29 ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് 354 ദിവസം ഉണ്ടാവും. 29-ന്റെ 6 മാസവും 30-ന്റെ 6 മാസവുമാണ് ഈ കലണ്ടറിന്റെ അവസ്ഥ. അത് അറിവുള്ള ജനങ്ങൾ. പിന്നെ മറ്റ് വിഭാഗം, പിന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഈ ചന്ദ്രന്റെ ഇതുമായി വിട്ടുപോകാതിരിക്കുവാൻ ചിലപ്പോ 355 ദിവസവും വരും. അപ്പോൾ ഒരു ദിവസം കൂട്ടേണ്ടി വരും. അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ അവർ ഏതോ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ ലീപ്പ് ഇയർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ദുൽഹജ്ജിന് 10 ആക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് നസിയിൽപ്പെടും. ഇത് പിന്നീട് നിരോധിക്കപ്പെട്ടു. പിന്നെ അവര് മറ്റ് കൂട്ടർ, സാധാരണ ജനങ്ങൾ മാസം കണക്കാക്കിയിരുന്നത് പഴയ ജൂതന്മാരുടെ രീതി തന്നെ. ഇത് കാണുമ്പോൾ മാസം തുടങ്ങും. എപ്പോ കാണും അപ്പൊ തുടങ്ങും മാസം. അതിന് വ്യവസ്ഥാപിതമായ ഒരു കണക്കുണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ തുടങ്ങിയാൽ ചിലപ്പോൾ 2-3 ആയിരിക്കും കാണുന്നത്. അതിൽ നിന്ന് തുടങ്ങിയാൽ അവർക്കത് മതിയായിരുന്നു. കാരണം അവര് എവിടെയും ദൂരെ യാത്ര ചെയ്യുന്നവരല്ല, വേഗം യാത്ര ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിരുന്നില്ല അവർ. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അംഗീകരിക്കാതെ പുതിയൊരു സിസ്റ്റമാണ് പഠിപ്പിച്ചത്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മാസം 29-ഉം 30-ഉമാണ്. ഇത് പല മാതിരി മാറി മാറി വരും. ഹാക്കഥ വഹാക്കഥ. ആ പല മാതിരി വരുന്ന ഈ മാസത്തെ
നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 29-ന് ഈ ചന്ദ്രക്കല പ്രത്യക്ഷമാവുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞത്. കാണാനല്ല പറഞ്ഞത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കാണാൻ പറഞ്ഞു, കാണാനല്ല, നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അവർ ചെയ്തിരുന്നതും. അവർക്കറിയാം. ഈ യസ്അലൂനക അനിൽ അഹില്ലത്തി, അഹില്ലത്ത് എന്താണെന്ന് പറഞ്ഞു. ഈ അഹില്ലത്തിന്റെ വ്യാഖ്യാനം വേറൊരു ആയത്തിൽ വരുന്നുണ്ട്. ഏത് അഹില്ല? നിങ്ങൾ നോക്കിയാൽ കാണാം, ഒറ്റ ഒരു സ്ഥലത്ത് ഒറ്റൊരു ഭാഷ മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ, വേറെ എവിടെയും വന്നിട്ടില്ല. പിന്നെ അതിന്റെ വേറൊരു തരത്തിലുള്ള ഒന്ന് മനാസിലാണ്. അത് പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഈ അഹിലന്റെ വേറൊരു രൂപമാണ് മനാസിൽ. അഹില എന്ന് പറയുന്നത് ചന്ദ്രന്റെ രൂപം, ചന്ദ്രനിൽ ഉണ്ടാവുന്ന മാറ്റം. മനാസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനം മാറുമ്പോൾ ഈ കലയും മാറും. അത് രണ്ടും ഒരുമിച്ചുള്ളതാണ്. ഈ സ്ഥാനം മാറുമ്പോൾ കല മാറാതിരിക്കില്ല, മാറണം. അത് അതിൻ്റെതായ സയൻസ് പ്രകാരം മാറിക്കൊണ്ടിരിക്കും. അത് സൂര്യന്റെ പ്രകാശം ഇതിൽ പതിയുന്ന ഭാഗം, ഇതിന്റെ ആംഗിൾ നമുക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണത്. അദ്ദേഹം അത് പറഞ്ഞു, അതിനെപ്പറ്റി പറഞ്ഞു. ഫുൾ മൂൺ, ന്യൂ മൂൺ ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ട് വരുന്നതാണ് ഈ ചന്ദ്രന്റെ മാറുന്ന സ്വഭാവം. ഇത് ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ഈ ചന്ദ്രന് ഖദ്ദർനാഹു മനാസില, മനാസിൽ നിർണയിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ ഉർജൂനുൽ ഖദീം പോലെ അത് ആയിത്തീരുന്നത് വരെയുള്ള മനാസിലുകൾ. ഈ ഉർജൂനുൽ ഖദീം എന്ന് പറഞ്ഞത് അവസാനത്തെ ചന്ദ്രക്കലയാണ്. ഹിലാൽ എന്ന് പറയുന്നത് ആദ്യത്തെ ചന്ദ്രക്കലയാണ്. അപ്പൊ ഈ അവസാനത്തെ ചന്ദ്രക്കല മനുഷ്യർക്ക് കാണാവുന്നതാണ്, കണ്ണുകൾക്ക് കാണാവുന്നതാണ്. ഹിലാൽ എന്ന് പറഞ്ഞത് വല്ലപ്പോഴും വളരെ ദുർലഭം ചിലപ്പോ കാണുന്ന ഒരു പ്രതിഭാസമാണ്. എപ്പോഴും കാണില്ല. ഞാൻ ഇതുവരെ ഹിലാലിനെ കണ്ടിട്ടില്ല. ഹിലാൽ എന്ന് പറഞ്ഞത് 1, 2, 3 ഒന്നാമത്തേതാണ്. 2, 3 അല്ല, 2, 3 നമ്മൾ സാധാരണ കാണുന്നത്. 1 കാണുന്നത് വളരെ ദുർലഭമായിട്ടാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരണം. ഈ ചന്ദ്രൻ ചെറുതായിക്കൊണ്ടുവരുമ്പോൾ അത് നോക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് ഈ ഉർജൂനുൽ ഖദീം എന്ന് കാണുന്നു എന്നത് ഉറപ്പിക്കാൻ പറ്റും. യാതൊരു സംശയം ഉണ്ടാവില്ല. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം ഇത് ഭൂമിയിൽ കാണാത്ത ഒരു ദിവസമുണ്ട്, എവിടെയും കാണില്ല. ആ ദിവസം മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ചിലപ്പോൾ 29 ആകും, ചിലപ്പോൾ 30 ആകും. അതിന്റെ പിറ്റേ ദിവസം ഉറപ്പായിട്ട് 1-ാം തീയതിയാണ്. യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ കുറച്ച് ശീലിച്ചാൽ നമ്മുടെ ഇടയിലുള്ള ഈ ഹിലാൽ കാണുന്ന അന്ധവിശ്വാസം പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാല് കാണാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ സഹാബത്തും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഇത് കാണാൻ പോവില്ല. ആളുകൾ കണ്ടോ എന്ന് ചോദിക്കുന്ന മാത്രമല്ല, അത് തെറ്റിയാൽ ഇത് നോക്കാറില്ല. ഇത് കാണാൻ പോകുന്ന പരിപാടി ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ടെലസ്കോപ്പും ബൈനോക്കുലറും ഒക്കെ കൊണ്ട് ഈ നമസ്കാര സമയത്ത് പോയി അന്തരീക്ഷം നോക്കുന്ന പരിപാടി നമ്മുടെ കാലത്തുണ്ടായതാണ്. മുൻകാലങ്ങളിലെ നോക്കുന്ന സമ്പ്രദായം എന്റെ വീട്ടിൽ എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ മക്കയിലും കേരളത്തിലും എന്താണ് കുറെ മുമ്പേ ഇത് വരുന്നത്. മക്കയിലുണ്ട്, കേരളത്തിലുണ്ട്. മറ്റ് ലോകത്ത് എവിടെയും ഈ സംഭവം നടക്കുന്നില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, എന്താണ്? യൂനുസ് സൂറത്തിൽ വരുന്നു, വല്ലദി ജഅല ശംസ ളിയാൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ് മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ് യുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ. ഇത് പറഞ്ഞ് ഇത് വളരെ വ്യവസ്ഥാപിതമാണ്, യാതൊരു സംശയം ഇതിലില്ല. അല്ലാഹു ഇതിനെ മനാസിൽ നിർണയിച്ചത് നമ്മൾ തീയതികളുടെയും മാസങ്ങളുടെയും കൊല്ലങ്ങളുടെയും കണക്കുകൾ, അതിന്റെ എണ്ണം അറിയുവാനും അതിന്റെ കണക്കുകൾ മനസ്സിലാക്കുവാനും വേണ്ടിയാണ്, പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അന്നത്തെ ജനതയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, നാം ഒരു ഉമ്മിയായ ഒരു ജനതയാണ്. ലാ നക്തുബു വലാ നഹ്സുബു, ഞങ്ങൾ എഴുതാറില്ല, കണക്ക് കൂട്ടാറില്ല. അശ്ശഹ്റു ഹാക്കദാ വഹാക്കദാ വസൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കുമു ശഹ്റു ഫഉദ്ദൂ സലാസി. ഇത് പലമാതിരി ഈ ഹദീസ് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ജഅലല്ലാഹു അഹില്ലത മവാഖിത ലിന്നാസി വേറെ ഹദീസ് വരുന്നത് മറ്റേ ഇതിന്റെ
യസ്അലൂനക അനിൽ അഹില്ലത്തി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പാകെ ഉണ്ട്. അതിൽ പറയുന്നത് ജഅലല്ലാഹുൽ അഹില്ലത മവാഖീത ലിന്നാസ് ഫസൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി ഫൈൻ ഹുമ്മ അലൈക്കുമുശ് ശഹ്റു ഫഉദ്ദു സലാത്തിൻ. ഫൈൻ ഹുമ്മ അലൈക്കുമുശ് ശഹ്റു അടിവരായിട്ട് വായിക്കണം. അവിടെ മാസം നിങ്ങൾക്ക് സംശയാവസ്ഥയിലായാൽ നിങ്ങൾ സംശയത്തിൽ കാര്യങ്ങൾ ചെയ്യരുത്, 30 പൂർത്തിയായിക്കോളി. അത് സംശയം തീർക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ വേറെ ഹദീസിൽ പല വ്യാഖ്യാനങ്ങളും മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നത് ഇത് കാണാതാകുമ്പോൾ കണക്കാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞത് കണക്കറിയുന്നവർ കണക്ക് കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട്. എന്തുമാവാം. പക്ഷേ ഈ 29ഉം 30ഉം മാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചല്ലാതെ നമുക്കത് മാറ്റുവാൻ യാതൊരു അവകാശവുമില്ല. അറിയാതെ തെറ്റിപ്പോകാം, അത് വേറെ കാര്യം. ഇപ്പൊ അറിയാതെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഇല്ല. കാരണം വേറൊരു സ്ഥലത്ത് കാണും. അപ്പൊ അവരെ അറിയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അംഗീകരിക്കണം. ഇതിനെപ്പറ്റി എല്ലാ ഇമാമിങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാസം സ്ഥിരീകരിച്ചാൽ ആ വിവരം കിട്ടുന്നവർ ഇത് ഹിലാലിന്റെ ദൂരപരിധി പരിഗണിക്കാതെ അത് അംഗീകരിച്ചു കൊള്ളണം എന്നാണ്. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പറയുന്നത് ഷാഫിയാക്കൾ ഇതിൽ വ്യത്യാസം വിഭജിച്ചിട്ടുണ്ട് എന്നത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഷാഫിയാക്കൾ ഏതിലാണ് വിഭജിച്ചതെന്ന് ആരും പറഞ്ഞു കാണുന്നില്ല. ഇത് എന്താന്ന് വെച്ചാൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഖൗലുണ്ട്, പടിഞ്ഞാറുകാരന്റെ നിയമം കിഴക്കുകാരന് ബാധകമില്ല. അവിടെയാണ് നമുക്ക് സംശയം. നമ്മളിപ്പോ കരുതിയിരിക്കുന്നത് പടിഞ്ഞാറുകാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട് കിഴക്ക് ഭാഗത്താണല്ലോ, അവർക്ക് ഞങ്ങൾ പടിഞ്ഞാറുകാരാണ്. അപ്പോ ലക്ഷദ്വീപ് കേരളത്തിലുള്ളവർക്ക് പടിഞ്ഞാറുകാരാണ്. അതേപോലെ കേരളത്തിലുള്ളവർക്ക് അറേബ്യ പടിഞ്ഞാറുകാരാണ്. അപ്പോ ഇവർ വിചാരിച്ചത് സൗദി അറേബ്യയിൽ മാസം പിറന്നാൽ അത് നമുക്ക് ബാധകമല്ല, കാരണം അവർ പടിഞ്ഞാറല്ലേ ഉള്ളു. ഇത് തെറ്റിദ്ധാരണയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പടിഞ്ഞാറുകാരും കിഴക്കുകാരും ഖിബ്ലയെ അപേക്ഷിച്ച് പറഞ്ഞതാണ്. അതായത് കിഴക്കോട്ട് മുഖം ഇടുന്നവരും പടിഞ്ഞാറോട്ട് മുഖം ഇടുന്നവരും ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് മുട്ടാതെ നിവൃത്തിയില്ല. അവിടെയുള്ള നിയമമാണ് അത്. അവിടെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളവന്റെ നിയമം കിഴക്കുകാരന് ബാധകമല്ല. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ ജുമാ നമസ്കരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തുള്ളവർ ളുഹ്റ നമസ്കരിക്കുന്നു. അപ്പോൾ അവർക്ക് നോമ്പ് വരുമ്പോൾ ഇവർ നോമ്പിലുണ്ടാവില്ല, നോമ്പെടുക്കാൻ പാടില്ല. ദിവസം വരണം. അവർക്ക് നോമ്പ് എടുക്കാൻ കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസത്തിലാണ്, നാളിലാണ് നോമ്പ് പറഞ്ഞ ഹദീസാണ്. അതേപോലെ തന്നെ വൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ്, ജനങ്ങൾ പെരുന്നാൾ ആചരിക്കുന്ന നാളിലാണ് പെരുന്നാൾ. അതേപോലെ തന്നെ ഈ അതിൽ പല മാതിരി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു അർത്ഥം തന്നെയാണ്. പല മാതിരി വന്നിട്ടുണ്ടെങ്കിൽ ഒരേ അർത്ഥം തന്നെയാണ്. അറഫ ദിവസത്തെ പറ്റിയും ഹദീസുണ്ട്. ജനങ്ങൾ അറഫ ചെയ്യുന്ന ദിവസമാണ് അറഫ. അപ്പോൾ ദിവസങ്ങളെ പറ്റി ഇത് ശരിക്കും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദിവസങ്ങൾ എല്ലാവർക്കും ഒന്നാകണം എന്നതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ജനങ്ങൾ നോമ്പ് എടുക്കുന്ന നാളിലാണ് നോമ്പ്. ഇവിടെ രണ്ട് കാര്യം, ജനങ്ങളുണ്ട്, നാളുണ്ട്. ജനങ്ങൾ എന്ന് പറഞ്ഞത് പൊതുവാണ്, ലോകത്തോടാണ് ഈ പറഞ്ഞത്. ഒരു സ്ഥലത്തെ ജനതയല്ല. ഈ കേരളത്തിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനത അല്ല. എല്ലാ ജനങ്ങളും ഒരു നാളിലാണ് നോമ്പെടുക്കേണ്ടത്. നാളെന്ന് പറയുമ്പോൾ നാളിന് പേരുണ്ടാവും. ഇപ്പൊ ശനിയാഴ്ചയാണ് നോമ്പെങ്കിൽ ലോക ജനത മുഴുവനും ശനിയാഴ്ച നോമ്പെടുത്തുകൊള്ളണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതല്ലാതെ ഒരേ വക്തിൽ ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. ജുമാ നോക്കുങ്ങൾ, ജുമാ നമ്മളെല്ലാം ഒരേ വക്തിലാണോ ചെയ്യുന്നത്? അല്ല, ഓരോരുത്തരുടെ ളുഹറിന് ചെയ്യേണ്ട ഒരു കർമ്മമാണത്. അതേപോലെ തന്നെ നോമ്പ് തുടങ്ങേണ്ടത് അതിന് സമയമുണ്ട്. ഇത് ഓരോ നാട്ടുകാരും അവരവരുടെ ക്രമപ്രകാരം സമയപ്രകാരം ചെയ്യേണ്ടതാണ്. അപ്പോ ദിവസമാണ് ഇവിടെ നോക്കേണ്ടത്. സൗദി അറേബ്യയിൽ തന്നെ ഇത് ഹിലാല് കാണാൻ പോകുന്ന ഒരു ഗവൺമെന്റിൽ നിയമിക്കപ്പെട്ട ഒരു സമിതിയുണ്ട്. അത് 6 അംഗ കമ്മിറ്റിയാണ്. അതില് പിന്നെ ആലിമീങ്ങളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഭരണകർത്താക്കളുണ്ട്. ഈ 6 പേരാണ് ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ ഷെയ്ഖ് സൽമാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. എഞ്ചിനീയറാണ്, PhD എഞ്ചിനീയറിംഗ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് എല്ലാ പണ്ഡിതന്മാരും അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഇത് കാണാതെ എടുക്കാൻ പറ്റില്ല, കാണണം, കണ്ടാലേ മാസം തുടങ്ങുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളരെയധികം പിടിച്ചിട്ടുണ്ട്. ഇത് കാണാതെ എങ്ങനെ മാസം തുടങ്ങുന്നു എന്ന പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത്.
അപ്പൊ ഇത് തീർക്കാൻ വേണ്ടി ഈ പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തു? സൗദി അറേബ്യയിലെ ഈ പ്രഖ്യാപിക്കുന്ന ഈ ഇത് കാണുന്ന ഹിലാൽ കാണുന്ന കൂട്ടരുടെ കൂടെ പോകാൻ വേണ്ടി അവിടെ നിന്ന് ഇദ്ദേഹം വന്നു. സൗദി അറേബ്യയിൽ വന്ന് ഇദ്ദേഹം ഇവരെ കൂടെ പോയി. അവസാനം ഇവർ നോക്കി ടെലസ്കോപ്പും മറ്റേതും മരിച്ചതും ആരും കണ്ടില്ല. പക്ഷെ എന്തായി? വ്യാഴാഴ്ച 1-ാം തീയതിയായിട്ട് അവർ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച കണ്ടിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാ ഇത് കാണാതെ ഉറപ്പിച്ചത് എന്നാണ്. ഇവിടെ സംശയം, നിങ്ങൾ എങ്ങനെ ഇത് കാണാതെ ഉറപ്പിച്ചു എന്നാ അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിനിപ്പോ ഉത്തരം പറയാൻ പറ്റുമോ? കാണാതെയാണ് ഉറപ്പിച്ചത്, ആരും കണ്ടിട്ടില്ല. പക്ഷെ അവര് കണ്ടതിന് ആരോ തെളിവ് കൊണ്ടുവരുന്നുണ്ട്. ഇത് മാസത്തിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കണ്ടതിനല്ല. മാസം നാളെ 1 എന്നുള്ളതിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടെ ഒരു വലിയ പണ്ഡിതനോട് ഈ വിഷയം ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് നോക്കുന്നത്, ഇത് നോക്കാൻ ഒരു വിധിയുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് യാതൊരു പ്രയാസവുമില്ല. 29-ന്റെയും 30-ന്റെ മാസങ്ങൾ തിരിച്ചറിയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു കാര്യമാണ്. ഏതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരന് പോലും മാസങ്ങൾ തിരിച്ചറിയാൻ പറ്റും കണ്ണുണ്ടെങ്കിൽ. അപ്പൊ എന്താ മനസ്സിലാകാത്തത്? നമുക്കറിയില്ലാത്ത മറന്നുപോയി. അത് റസൂലിനും സഹാബത്തിനും ഒക്കെ അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ നോക്കിയിരുന്നത്. അവർ കൃത്യമായി എങ്ങനെ ഇത് കണക്കാക്കി. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈ കണക്കും കാര്യവും ഇപ്പോഴല്ലേ വന്നത്, അവരെങ്ങനെ ശരിയായി കണക്കാക്കിയെന്ന്. നമുക്കും കൃത്യമായിട്ട് തന്നെ ഈ കണക്ക് ഒന്നും ഇല്ലാതെ വെറും കണ്ണുകൊണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാസം കണക്കാക്കാൻ പറ്റും. അതിന് കുറച്ചൊരു പ്രാക്ടീസ് മാത്രമേ വേണ്ടൂ. ഒരു 2-3 മാസത്തിന്റെ പ്രാക്ടീസ് കൊണ്ട് മാസം തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും സാധിക്കും. ഒരു പ്രയാസവുമില്ല. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മളും ഈ മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. മൃഗങ്ങളും ചന്ദ്രനെ കാണുന്നു, നമ്മളും കാണുന്നു. അവയ്ക്ക് അതിന് മനസ്സിലാവില്ല ഇത് 1-ാമത്തെ ചന്ദ്രനാണോ 3-ാമത്തെ ചന്ദ്രനാണോ 15-ാം രാവ് നിലാവ് എന്താന്ന് അതിന് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവില്ലേ? ഞാൻ വളരെ ലളിതമായ ഒരു രീതി പറഞ്ഞുതരാം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൂര്യനും ചന്ദ്രനും ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതായിട്ടും ചന്ദ്രൻ ഉദിച്ചു വരുന്നതായിട്ടും കാണുന്നു. രണ്ടും ഒരുപോലെയാണ്. രണ്ടും വൃത്താകൃതി ഒരേപോലെ. വെളിച്ചവും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. സൂര്യൻ ചന്ദ്രൻ, മങ്ങിയ സൂര്യൻ, ഇവിടെ മങ്ങിയ ചന്ദ്രൻ, രണ്ടും ഒരുപോലെ കാണും. ചിലപ്പോൾ സംശയമായി പോകും, ഈ സൂര്യൻ തന്നെ മറ്റു എനിക്കായിട്ടുണ്ട്, ഇത് സൂര്യൻ തന്നെ ഉദിക്കുകയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. ഇതാണ് പൗർണമി എന്ന് പറയുന്ന ദിവസം. ഇത് മാസത്തിന്റെ നടുവിലേ വരുള്ളൂ. 12-ന് വരില്ല, ഇത് 13-ന് വരില്ല. ഇത് മറ്റേ ചില ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇസ്ലാമിക കലണ്ടർ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാ പുസ്തകങ്ങളിലും ഇതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. 13-ാം രാവിലാണ് പൗർണമി ഉണ്ടാകുക ഇസ്ലാമിക കലണ്ടറിൽ. പിന്നെ ഹിലാൽ കണ്ടാലാണ് മാസം തുടങ്ങുന്നത്. ഇതൊക്കെ എങ്ങനെയോ പുസ്തകങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ശാസ്ത്രീയ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റാണ്, ഇത് ശരിയല്ല. അപ്പോ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ നിൽക്കുന്നതായിട്ട് കാണും. ഇത് 16-ന്റെ അടയാളമാണ്. ഇത് 16ആണ്. 15-ന് ഒരിക്കലും സംഭവിക്കില്ല. അത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പിന്നെ എന്താവുന്നു? ചെറുതായിക്കൊണ്ടുവരുന്നു. ആദ്യത്തെ ഈ ഹിലാൽ ദൃശ്യമാവുന്നത് 1-ാമത്തെ ദിവസമാണ്. 1-ാമത്തെ ദിവസം വൈകുന്നേരം കാണുന്നതാണ് മനുഷ്യർക്ക് കാണുന്ന 1-ാമത്തെ ഹിലാൽ. മറ്റേത് എപ്പോഴും ദുർലഭം. ചിലപ്പോൾ ചില ഇടങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇതൊന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട് വന്നെങ്കിൽ കണ്ടെന്ന് വരാം. അത് ദുർലഭം ചിലപ്പോൾ കാണുന്നത്. അതല്ല ഹിലാൽ. ഹിലാൽ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഹിലാൽ അത് തന്നെയാണ്. ഇത് മറ്റേത് 2-ാമത്തേതും 3-ാമത്തേതുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപിടിക്കാൻ പറഞ്ഞത് 2ഉം 3ഉം അല്ല, 1-ാമത്തെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് നമുക്കിപ്പോൾ മനസ്സിലാകാൻ ഒരു ഹദീസിൽ നിന്ന് വരുന്നുണ്ട്. അത് പിന്നെ സഹാബികൾ ഒരു പ്രാവശ്യം ഉംറക്ക് പോകുന്ന സമയത്ത് ഈ ഹിലാൽ കണ്ടു. ഹിലാൽ കണ്ടപ്പോൾ അവരിടയിൽ എന്തായി? തർക്കം ഉണ്ടായി. ഇത് 2-ാമത്തേതാണോ 3-ാമത്തേതോ ആണ് തർക്കം. 1-ാമത്തെ അല്ലെന്ന് അവർക്ക് ഉറപ്പായിട്ട് അറിയാം. അപ്പൊ അവര് മാസം തെറ്റി നിരീക്ഷിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ 2-ാമത്തെ കാണാൻ ഇടയായത്. അപ്പൊ അവര് പറഞ്ഞു, ശരി, ഏതായാലും നമുക്ക് ഇബ്നു അബ്ബാസ് അള്ളാഹുവിന്റെ അടുത്ത് എത്തിയാൽ ഈ വിവരം നമുക്ക് ചോദിക്കാം. എന്തുകൊണ്ട്? അവർക്കറിയാം ഇബ്നു അബ്ബാസ് അള്ളാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സംഗതി പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംശയം തീർക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവർ വന്നു, ചോദിച്ചു, ഞങ്ങളിങ്ങനെ കണ്ടു, ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. ചിലർ പറഞ്ഞു 2-ന്റെയാണ്, മറ്റു ചിലർ പറഞ്ഞു 3-ന്റെയാണ്. എന്തായി സംഭവം? അപ്പോൾ ഇബ്നു അബ്ബാസ് അല്ലാഹു അൻഹു ഇത് നോക്കേണ്ട, ഇത് എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് ദിവസത്തിലാണ് കണ്ടത്?
ചോദ്യം ഏത് ദിവസത്തിലാണ് കണ്ടത്? അപ്പൊ അവരെ നോക്കിയ ദിവസം ശരിയോ തെറ്റോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആ മാസം നോക്കാനുള്ള ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ഇത് നോക്കി വരുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അറിയാം അതിന്റെ എല്ലാ വശങ്ങളും. അപ്പൊ അദ്ദേഹം ഏത് ദിവസത്തിലാണ് നിങ്ങൾ നോക്കിയത്? അപ്പൊ ഇവര് ഇന്ന ദിവസത്തിലാണ് നോക്കിയത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, അത് ആ ദിവസത്തിനുള്ള തീയതിയാണ്. വഹുവ ലി ലൈലത്തിൻ റഅയ്തുമു എന്നാണ് ഉത്തരം. വഹുവ ലി ലൈലത്തിൻ റഅയ്തുമു, അന്നേക്കുള്ള തീയതിയാണ്, നാളേക്കുള്ളതല്ല. ഇവിടെ ഇതാ മനസ്സിലാവുന്ന നോക്ക്. നമ്മൾ ഈ കാണുന്നത് നാളേക്കുള്ള ഡേറ്റ് അല്ല, ഇന്നത്തെ ഡേറ്റ് തന്നെയാണ്. അതാ മനസ്സിലാകാത്തത് നോക്ക്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കണ്ടാൽ പിറ്റേ ദിവസം ഒന്നും, അങ്ങനെയല്ല. അത് തന്നെയാണ് ആദ്യത്തേത്. അപ്പോ കണ്ടത് തന്നെയാണ് ആ കണ്ട ദിവസത്തിനുള്ള തീയതി. രണ്ടാമത്തെ ആണെങ്കിൽ അത് 2-ാം തീയതിയാണ്, മൂന്നാമത്തെ ആണെങ്കിൽ 3-ാം തീയതിയാണ്. ആദ്യത്തെ ഹിലാൽ ചിലപ്പോൾ മൈനസ് ആയിരിക്കും ചില സ്ഥലങ്ങളിൽ, അത് പ്ലസ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നത് ഇത് വ്യത്യാസം വന്ന് 1 സെക്കൻഡ് പോലും എന്ത് ചെയ്ത് അസ്തമിക്കുന്ന അവസ്ഥ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ പിറ്റേ ദിവസം 1-ാം തീയതിയാണ് എന്ന് വലിയ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തവർ മനസ്സിലാക്കിയവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. 1 സെക്കൻഡ് ഉണ്ടായാൽ മതി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ? അപ്പൊ നമുക്ക് ഈ ന്യൂ മൂൺ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല, അത് കണക്കാണ്. അപ്പൊ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിനെപ്പറ്റി നമ്മൾ ഇവിടെ ചർച്ചയുണ്ടായി. ന്യൂ മൂൺ എന്ന് പറയുന്നത് ഈ സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വരുന്ന ആ നിമിഷമാണ്. അതൊരു നിമിഷമാണ്, അത് പിന്നെ അധികം സമയങ്ങളൊന്നുമല്ല. ഇവിടെ അമാവാസി എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിൽ പറയുന്നതാണ്. അമാവാസി അവർക്ക് കുറെ മണിക്കൂറുകളിൽ നിൽക്കും. അതിൽ സയൻസിൽ പറയുന്ന ഈ ന്യൂ മൂൺ അല്ലെങ്കിൽ കൺജങ്ഷൻ അതൊരു നിമിഷമാണ്. നിമിഷത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നെങ്കിലേ കണക്ക് കൊണ്ട് ഇത് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദിവസം മാറിപ്പോകും. ഈ ലോകത്തിന് ദിവസമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഈ ലോകത്ത് ദിവസം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് നാം അറിയണമെങ്കിൽ ജുമാ നമസ്കാരം ആദ്യം നിർവഹിക്കുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടെത്തണം. ലോകത്ത് ഇപ്പോൾ ജുമാ നമസ്കാരം എവിടെയാണ് ആരംഭിക്കുന്നത്? ആ സ്ഥലം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് നമ്മൾ ഈ ഭൂമിയുടെ കറക്കം എണ്ണാൻ വേണ്ടി ഇട്ട ഒരു പോയിന്റാണ്. അങ്ങനെ നമുക്ക് ദീനിൽ ഇപ്പൊ കർമ്മശാസ്ത്രത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മൾ ശരിയായി പഠിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് ഉള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പെരുന്നാളിന്റെ പ്രശ്നം, തീയതിയുടെ പ്രശ്നം ശരിയാകും. 2 തീയതികൾ, അതായത് 2 ദിവസത്തിന് ഒരു ഫിഗർ കൊണ്ട് കുറിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ തീയതിയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം. അപ്പൊ തീയതികളുടെ അടിസ്ഥാനം അഹില്ലയാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. അഹില്ല അല്ലെങ്കിൽ മനാസിൽ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടർ നിർമ്മിക്കപ്പെടേണ്ടത്. ആളുകൾ കാണുന്നതിന്റെയോ പിന്നെ നോക്കുന്നതിന്റെയോ ചന്ദ്രന്റെ കല പിന്നെ കാണുന്നതിന്റെയോ അടിസ്ഥാനത്തിലായാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ പണ്ട് കാലത്ത് തന്നെ നമ്മൾ ശരിക്കും തന്നെ ചെയ്തു വന്നു. പിന്നെ അടുത്ത കാലത്തിൽ എന്തായി, തെറ്റിലേക്ക് നമ്മൾ വീണു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണക്കുകളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഈ ഓരോ സ്ഥലത്തും സൂര്യചന്ദ്രന്മാരുടെ അസ്തമന വ്യത്യാസം ഒരുപോലെ അല്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഹിലാൽ കണ്ടാലല്ലേ മാസം തുടങ്ങുള്ളൂ, അതുകൊണ്ട് ആ കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാവണം കലണ്ടർ എന്ന ഇതാണ് ഉണ്ടായത്. ഇത് വളരെയധികം ചർച്ചകൾ നടന്ന് ആലിമീങ്ങൾ പിന്നെ ഇസ്താംബൂളിലെ ഒരു വലിയ കോൺഫറൻസ് 78 നടന്നിരുന്നു. അതിലെ പണ്ഡിതന്മാര് എല്ലാവരും അഭിപ്രായപ്പെട്ടു, ആദ്യം ഉണ്ടാകുന്ന ഹിലാലാണ് കാണുന്നില്ല, ഉണ്ടാകുന്ന ഹിലാലാണ് ഇസ്ലാമിക കലണ്ടറിന്റെ മാനദണ്ഡം. ഇതനുസരിച്ച് മക്കയിൽ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടർ അവർ ആവിഷ്കരിച്ചു. ഇത് ശാസ്ത്രീയമാണ്, മുഴുവൻ ശാസ്ത്രീയമാണ്. പക്ഷേ ഇത് നടപ്പിൽ വന്നില്ല. നടപ്പിൽ വന്നത് എന്താണ്? ഡോക്ടർ മുഹമ്മദ് ഇല്യാസ് പറഞ്ഞു, ഈ സൂര്യൻ ചന്ദ്രന്മാരുടെ അസ്തമന വ്യത്യാസം നല്ലൊരു മാനദണ്ഡമാണ്, ഇത് വെച്ചിട്ട് കണക്ക് കൂട്ടിയാൽ നമുക്ക് കലണ്ടർ ഉണ്ടാക്കാൻ പറ്റും. ഇവരധികം റിസർച്ച് ചെയ്തിട്ടില്ല ഇതിനെപ്പറ്റി. അപ്പോ അതുകൊണ്ട് റാബിത്തുൽ ആലമിൽ ഇസ്ലാമിയ എല്ലാ നാട്ടുകാർക്കും അറിയിച്ചു. അവരവരുടെ സൂര്യചന്ദ്രന്മാരുടെ വ്യത്യാസം അനുസരിച്ച് കലണ്ടർ ഉണ്ടാക്കിക്കൊള്ളു. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ മുസ്ലിം നാടുകളിലെയും അവരവരുടെ ഈ കാഴ്ച അനുസരിച്ച് കലണ്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് പല മാതിരിയുള്ള കലണ്ടറുകൾ ഇവിടെ വന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ കേരളക്കരയിലെ പിന്നെ ഈ ലോഞ്ചിറ്റ്യൂഡാണ്
അല്ലെങ്കിൽ അസ്തമന വ്യത്യാസമാണ് കലണ്ടറിന്റെ മാനദണ്ഡമായി നാം അംഗീകരിക്കുകയാണെങ്കിൽ ഇതേ മാനദണ്ഡം തമിഴ്നാട്ടിൽ ഉപയോഗിച്ചാൽ ഒരുപോലെയുള്ള കലണ്ടർ കിട്ടോ? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ സൗദി അറേബ്യ ഇത് അംഗീകരിച്ചാൽ കിട്ടോ? ഇല്ല. അപ്പൊ പല കലണ്ടറുകളാണ് മുസ്ലിങ്ങൾക്ക് വരാം. പല കലണ്ടറുകൾ ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കലണ്ടർ ഒന്നാവണം, എങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ ലോകം അംഗീകരിച്ചത്. അതിൽ പല തെറ്റുകൾ ഉണ്ടെങ്കിലും ജനം അത് അംഗീകരിച്ച എന്തുകൊണ്ടാണ്? ഈ ഏകീകൃത സ്വഭാവം ആ കലണ്ടറിലുണ്ട്. ഒരു ദിവസത്തിന് ഒരു ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ. ആ വ്യവസ്ഥ നമ്മൾ കലണ്ടറിൽ നമ്മൾ ഇല്ലാതാക്കി. അപ്പോൾ ലോകം അതിനെന്ത് ചെയ്തു? പുച്ഛിച്ച് തള്ളി. ശാസ്ത്രീയമായ ചന്ദ്ര കലണ്ടർ ഒരു വ്യത്യാസവും വരാതെ പോയിക്കൊണ്ടേയിരിക്കും മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്ന കാലം വരെ. അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തതാണിത്. അശ്ശംസു അൽ ഖമറു ബിഹുസ്ബാൻ. അപ്പോൾ ഇനി പറയാനുള്ള ഈ 30ന്റെയും 29ന്റെയും മാസങ്ങൾ നിർണിതമാണ്. ഒരു മാസത്തിന്റെ ഒരു തീയതി മറ്റൊരു മാസത്തേക്ക് കടക്കുന്നത് ഹറാമാണ്. ഹറാം വരും. കാരണം മുഹറം ഹറാമാക്കപ്പെട്ട മാസമാണ്. മുഹറമിൽ സഫറിന്റെ ഒരു ദിവസം ചേർക്കുന്നത് ഹറാമാണ്. അപ്പൊ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ കലണ്ടർ ഉപയോഗിക്കാത്തതുകൊണ്ടും നമ്മൾ വെറും നോമ്പിനും പെരുന്നാളിനും മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടും അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. സമയം ഇപ്പൊ